ആദ്യം ഒന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകണം, കാരണം തലസ്ഥാന നഗരമാണല്ലോ. മൺഫിൽറ്റ് ചേരുകയാണ് അവിടെ നിന്ന്. മൺഫിൽറ്റ് നമുക്കറിയാം 14 ഇടങ്ങളിൽ 13 ചുവന്ന് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഇത്തവണത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ, കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം. അവിടെ ഇപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് എങ്ങനെയാണ്? വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ പ്രധാനമായും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളൊക്കെ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ശ്രീജ, തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസം, ഏറ്റവും കേരളം ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു ദിവസമാണ് വോട്ടെടുപ്പിന്റെ ദിവസം. ജനങ്ങൾ വിധി എഴുതുന്ന സുപ്രധാനമായ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എല്ലാ ബൂത്തുകളിലും തന്നെ രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ എത്തിയിരിക്കുന്നുണ്ടെന്നാണ്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയുടെ നഗരഭാഗങ്ങളിലൊക്കെ തന്നെയും രാവിലെ മുതൽ തന്നെയും ബൂത്തുകളിലൊക്കെ തന്നെയും ഒരു നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ അതേ രീതിയിലൊരു നീണ്ട ക്യൂ കാണാൻ കഴിയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്ത്, അതായത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം മണ്ഡലത്തിലാണ്. നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുടവൻമുകൾ സ്കൂളിലാണ്. അവിടെ മലയാളത്തിന്റെ മഹാനടൻ, പ്രിയ നടൻ മോഹൻലാൽ അദ്ദേഹം രാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ പ്രക്രിയ നിർവഹിക്കാനായി, കൃത്യനിർവഹണത്തിന്റെ ആ കടമ നിർവഹിക്കാനായി മലയാളത്തിന്റെ പ്രിയനടൻ മോഹൻലാൽ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ, അദ്ദേഹത്തിന്റെ ജനിച്ചു വീണ നാട്ടിൽ, ആ മുടവൻമകൾ അദ്ദേഹം പഠിച്ച സ്കൂൾ മുടവൻമകൾ സ്കൂളിലെ അവിടെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി, അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കാനായി അദ്ദേഹം എത്തി നിൽക്കുന്ന ദൃശ്യം. ഒപ്പം തന്നെ 2 സ്ഥാനാർത്ഥികൾ, LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളായ വി ശിവൻകുട്ടിയും ഒപ്പം തന്നെയും ശബരിനാഥും അദ്ദേഹത്തോട് നേരിട്ട് കാണാനും ഒക്കെ നിൽക്കുന്ന ഒരു ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മുടവൻമുകളിൽ മാത്രമല്ല എല്ലാ ഇടത്തും തന്നെയും തിരുവനന്തപുരം തലസ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും വോട്ടുള്ളത് ജില്ലയിൽ തന്നെയാണ്. എല്ലാവരും തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഏറെക്കുറെ രാവിലെ 10 മണിയോടുകൂടി തന്നെ അവരവരുടെ സമ്മതിദാനം നിർവഹിക്കും. കാരണം അത്രയേറെ തിരക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഈ രാവിലെ 7 ഇപ്പോൾ ഇവിടെ ശിവൻകുട്ടി അദ്ദേഹം നിൽക്കുന്നു, ശബരിനാഥ് നിൽക്കുന്നു. ഇവരൊക്കെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ തന്നെ 7:30-8 മണി എന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ സമയം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, ശാർഷിലേഖ, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, എല്ലാ പ്രമുഖരും ഒക്കെ തന്നെ രാവിലെ 7-7:30 വോട്ട് സംവിധാനം നിർവഹിക്കാനായി അവർ എത്തുന്നു. വലിയ രീതിയിലുള്ള ഒരു മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രം കൂടിയായി മാറുന്നു നമ്മുടെ സ്കൂൾ തന്നെ. കാരണം രാവിലെ ശരി അൺഫിൽറ്റ്, എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മോഹൻലാലിനൊപ്പം നേമത്തെ 2 സ്ഥാനാർത്ഥികളുമുണ്ട്. വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ശബരിനാഥനുമുണ്ട്. അവിടെ കാണാൻ സാധിക്കാത്ത രാജീവ് ചന്ദ്രശേഖരനെ മാത്രമാണ്. എന്തായാലും വലിയൊരു ആവേശം, എല്ലാവരും ഉടൻ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ഇപ്പോൾ എത്തുന്നുണ്ട്. MM രാഗേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കോഴിക്കോട് നിന്നും രാഗേഷ് വിവരങ്ങൾ നൽകും. രാഗേഷ്, അവിടെ മുഹമ്മദ് റിയാസ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. അതെ, പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോഴിക്കോട് കോട്ടൂളി UP സ്കൂളിലെ 162-ാം ബൂത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇവിടെയാണ് വോട്ടുള്ളത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ആണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്താനുള്ളത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ബേപ്പൂർ മണ്ഡലത്തിലേക്ക് പോവുക. അതിരാവിലെ തന്നെ വളരെ വലിയ നീണ്ട ക്യൂ തന്നെയാണ് നമുക്ക് ഈ കോട്ടൂളി UP സ്കൂളിൽ കാണാനാകുന്നത്. നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ അവരവരുടെ ഭാഗവാക്കാവുക എന്നുള്ള കടമ നിർവഹിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. PA മുഹമ്മദ് റിയാസ് 162-ാം ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ വോട്ടാണിത്. അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കോട്ടൂളിയിലാണ്. നേരത്തെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ വനിതകൾ നിയന്ത്രിക്കുന്ന ബൂത്ത്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളിലും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ആളുകൾ വലിയ തോതിൽ ബൂത്തുകളിലേക്ക് എത്തുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ തന്നെ ഗണ്യമായ ഒരു വർധന ഉണ്ടാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി നീണ്ട ക്യൂ തന്നെയാണ് നമുക്ക് കോട്ടൂളിയിൽ കാണാനാകുന്നത്.
ശരി രാകേഷ്, എന്തായാലും നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ഉള്ളത് ജോസഫാണ്. ജോസഫ്, നമുക്കറിയാം ശക്തമായൊരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ. പേരാവൂരിൽ ഇത്തവണ ശക്തമായൊരു മത്സരം നടക്കുന്നു. ഒപ്പം തന്നെ തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നൊരു ഇടമായി കണ്ണൂർ മാറിയിരിക്കുന്നു. എന്തായാലും അവിടെ ഇന്ന് രാവിലത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ പോളിംഗ് സ്റ്റേഷനുകളിൽ? ശ്രീജ, തീർച്ചയായും രാവിലെ മുതൽ തന്നെ കനത്ത തിരക്കാണ് ഈ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് RC അമല സ്കൂളിലാണ്. ധർമ്മടം മണ്ഡലത്തിലാണ് ഈ സ്കൂളുള്ളത്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീടുന്നത്. സാധാരണയായി വോട്ട് ചെയ്യാൻ അദ്ദേഹം കാൽനടയായി എത്താറാണ് പതിവ്. ഇത്തവണ ആ പതിവ് തെറ്റിക്കുമോ എന്നാണ് ആകാംക്ഷഭരിതമായി നോക്കിക്കാണുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്ത ശേഷം തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ തവണയും അദ്ദേഹം ആദ്യം തന്നെ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. ഇത്തവണയും ആ കാഴ്ച നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം കൈകൾ ഉയർത്തിക്കാട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. ജോസഫിന് തുടരാം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലാണ് വോട്ടർമാരും അതുപോലെ തന്നെ മുന്നണികളും. കാരണം വെയിൽ കനക്കുന്നതിന് മുമ്പ് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ മുന്നണികൾ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ രീതിയിലുള്ള ക്യൂ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നീണ്ട നിര എല്ലാ പോളിംഗ് സ്റ്റേഷന് മുമ്പിലും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം യന്ത്ര തകരാർ ഉൾപ്പെടെ ഒരു പ്രശ്നങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷയും ഇതിനോടനുബന്ധിച്ച് കേന്ദ്രസേനയെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ഇതിനോടകം തന്നെ ജില്ലാ പോലീസ് മേധാവി നേതൃത്വം വഹിക്കുന്ന സംഘം ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും സമാധാനപരമായിട്ടാണ് ഇതുവരെ പോളിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത രീതിയിലുള്ള ആൾക്കൂട്ടം ഈ എല്ലാ പോളിംഗ് സ്റ്റേഷന് മുമ്പിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ കാഴ്ചകൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ക്യൂ, ആളുകളുടെ നീണ്ട നിര രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പരമാവധി വോട്ടുകൾ പെട്ടിയിലെത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. ഈ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പയ്യന്നൂർ മണ്ഡലമാണ്. ഈ CPM വിമതരുയർത്തുന്ന വെല്ലുവിളി അത് മറികടക്കാൻ സാധിക്കുമോ എന്നൊരു ആശങ്കയാണ് CPM നേതൃത്വത്തിനുള്ളത്. അതുപോലെ തന്നെ തളിപ്പറമ്പിലും സമാനമായ സ്ഥിതിയാണ് നിലവിലുള്ളത്. പേരാവൂരിലും ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫും CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശരി ജോസഫ് ഇടപെടുകയാണ്. സുരേഷ് ഗോപി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ എൻ്റെ ആദ്യത്തെ വോട്ട് വളരെ ഭക്തിയാദരപൂർവ്വം ചാർത്തി. ഞാൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഗുരുവായൂരപ്പനെന്നാണ്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അങ്ങയോടൊപ്പം ഉണ്ട്. പ്രസ്താവനകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലോ, കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ
ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമാണ്. അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും, അങ്ങനെ ആകും. പ്രസ്താവന മാത്രമായിരുന്നില്ല, നല്ല ഡാക്ടർ കൂടിയാണ്. അതെ അതെ. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അത് തവണ നടക്കുമോ? ഏതാ ഈ മുന്നേറ്റം എങ്ങനെയാണ് മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക്, അതൊന്നുമില്ല. ജനങ്ങൾക്ക് ശരി, ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അതിലേക്ക് ജനാധിപത്യപരമായ മൗലികമായ അവകാശമാണ്. ആ അവകാശം ഉപയോഗിക്കാതിരിക്കരുത്. ആ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും, കേരളത്തിലെ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പം നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം തരാൻ വേണ്ടിയിട്ട്, ഭയങ്കര പ്രയാസപ്പെട്ട് അപ്പം അതിൻ്റെ റേറ്റ് ഉയർന്നു വന്നല്ലോ. ദേശീയ സർവേകളിലെല്ലാം നല്ല നിലയിലേക്ക് UDF വരുന്നുണ്ട്. എല്ലാ ദേശീയ സർവേകളിലും മികച്ച രീതിയിൽ നടന്നു. തട്ടിക്കൂട്ടിയ സർവേകളുടെ കാര്യമല്ലേ നമ്മൾ, തട്ടിക്കൂട്ടിയ 2-3 സർവേകൾ കേരളത്തിലുണ്ട്. അതായത് കഴിഞ്ഞിട്ട് വല്ല വിശദമായിട്ട് പറയാം. അവരുടെയൊക്കെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെന്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. അല്ല, നല്ല ജനാധിപത്യ പ്രക്രിയ വിജയിക്കണം. എപ്പോഴും ആളുകൾ വന്ന് അത് ചെയ്യണം, അത് വന്ന് ഉറപ്പായിട്ട് ചെയ്യണം. അത് നല്ലൊരു ട്രെൻഡാണത്. ആളുകൾ വന്ന് വോട്ട് ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ളവർക്കല്ല അവർ വോട്ട് ചെയ്യണത്. അവരിതെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളാണ്. സർക്കാരിനെ നിരീക്ഷിക്കും, അവർ പ്രതിപക്ഷത്തെയും കൃത്യമായി നിരീക്ഷിക്കും, രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കും, ഇപ്പോഴത്തെ അന്തരീക്ഷം നോക്കും. നമുക്കറിയാലോ, നാടൻ ചായക്കടകളിൽ പോയാൽ പോലും അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ പത്രങ്ങൾ വായിക്കുന്നവരാണ്, ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്നവരാണ്, ചാനലുകൾ കാണുന്നവരാണ്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നല്ല രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നൊരു ജനതയാണ് കേരളത്തിൽ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് അനുകൂലമായി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ടറൽ ഓഫീസറെയൊക്കെ ബന്ധപ്പെട്ടു. ഇതുവരെ എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. ഏതായാലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചാർജുള്ള ആളുകൾ ചെന്നപ്പോൾ മാത്രമല്ല, ഒരു പോസ്റ്റലോട്ടില്ല. ഫെസിലിറ്റേഷൻ സെന്ററിൽ 1 മുതൽ 8 വരെ ഉണ്ട്. 3 പ്രാവശ്യം പോയിട്ട് പോലും ബാലറ്റ് കിട്ടാത്തവരുണ്ട്. ഇപ്പം എന്റെ നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് ചിലർക്ക് ഡ്യൂട്ടി എറണാകുളത്താണ്, ചിലർക്ക് വൈപ്പിനിലാണ്. വൈപ്പിനിൽ പോകുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിലാണ് ഫെസിലിറ്റേഷൻ സെന്റർ, മറ്റേത് എറണാകുളത്താണ്. 2 സ്ത്രീകളൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ എത്രയോ പ്രാവശ്യം ചെന്നിട്ട് ബാലറ്റ് ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഒരാൾ പോലും വോട്ട് ചെയ്യാതെ പോകരുത് എന്ന് ആണ് നമ്മുടെ ഒരഭിപ്രായം. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, സാമുദായിക നേതാക്കൾ, താരങ്ങൾ എല്ലാവരും വോട്ട് രാവിലെ തന്നെ രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. പലരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ വോട്ട് ഉറപ്പാക്കുകയാണ്. നമ്മൾ അത് ബോക്സിലൂടെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. എന്തായാലും നമുക്കിനി ബോബനിലേക്കൊന്ന് പോകാം. കാരണം ബോബൻ ഇടുക്കിയിൽ നിന്നാണ് ചേർന്ന. ഇടുക്കിയിലെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ബോബൻ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇടുക്കിയിലെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? കാരണം കർഷകരുടെ ഒരു ജില്ലയാണ്. രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പാരമ്പര്യം ഇടുക്കിക്കുണ്ട്. അത് തന്നെയാണോ? വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പോളിംഗ് ബൂത്തിൽ?
ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിൽ കട്ടപ്പനയിൽ സെന്റ് ജോർജ് സ്കൂളിന് മുമ്പിലുള്ള ബൂത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട ശേഷം ആളുകൾ കൂട്ടത്തോടെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു പതിവാണ്. രാവിലെ 8 മണിക്ക് മുമ്പായി കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. മാത്രമല്ല വലിയ വെയിലാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽ ആകുന്നതിന് മുമ്പ് തന്നെ പരമാവധി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാർ സംഭവിച്ചു എന്ന റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ, ശാന്തിഗ്രാം സെൻട്രൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടിംഗ് മെഷീനെ തകരാർ കണ്ടെത്തിയത്. ഇവിടെ പകരം VVPAT മെഷീൻ വെച്ച് തകരാർ പരിഹരിക്കുമെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പീരുമെട്ടിലെ LDF സ്ഥാനാർത്ഥി K സലിംകുമാർ തൊടുപുഴയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പിൽ വോട്ട് രേഖപ്പെടുത്തും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വോട്ടർ എന്ന് പറയുന്നത് സിനിമാ താരം ആസിഫ് അലിയാണ്. തൊടുപുഴയിൽ ആസിഫ് അലി 8 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 1076 ബൂത്തുകളാണ് ഇടുക്കി ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകൾ കാര്യമായി ഒന്നുമില്ല എങ്കിൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാണ്. കൂടുതൽ ആളുകൾ ഓരോ സമയത്തും ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിനും റോയി കെ പൗലൂസും തമ്മിൽ വലിയ മത്സരമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ടിംഗ് ശതമാനം ഉയരും എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരുതുന്നത്. എന്തായാലും സമാധാനപരമായാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ശ്രീജ. ശരി ബോബൻ, ഇടുക്കിയിലെ വിവരങ്ങളാണ് ബോബൻ നൽകിയത്. നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖർ, നമുക്കറിയാം നേരത്തെ ദൃശ്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിനായി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. എന്തായാലും നമ്മൾ ഇനി നേരെ പോകുന്ന പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവ് ചേരുന്നു. കണ്ണൻ, അവിടുത്തെ ഒരു ചിത്രം എങ്ങനെയാണ്? രാവിലത്തെ ഒരു തിരക്ക് എങ്ങനെയുണ്ട്? കണ്ണൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ശരി, ഞാൻ കണ്ണനിലേക്ക് മടങ്ങിയെത്താം. അനൂപിലേക്ക് പോവുകയാണ്. കാസർഗോഡേക്ക് ഒന്ന് പോവുകയാണ്. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് ചേരുന്നത്. അനൂപ്, അവിടെ എന്താണ് ചിത്രം? എങ്ങനെയാണ്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ കനത്ത ത്രികോണ മത്സരത്തിന് വേദിയാകുന്നത് മഞ്ചേശ്വരം നിയോജക മണ്ഡലമാണ്. അവിടെ K സുരേന്ദ്രനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ AK മഷ്റഫും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദുമ നിയോജക മണ്ഡലത്തിലെ പാലക്കുന്നിൽ കോട്ടിക്കളം UP സ്കൂളിലാണ്. ഇവിടെ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ സാധിച്ചു. ഏകദേശം പോളിംഗ് ആരംഭിച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വലിയ തിരക്ക്, അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇതൊരു തീരദേശ മേഖല കൂടിയാണ് കോട്ടിക്കളം ഉൾപ്പെടുന്ന ഈ പ്രദേശം. ഇവിടെ രാവിലെ 7 മണി മുതൽ തന്നെ ക്യൂ കാണാൻ സാധിച്ചു. ഇപ്പോൾ സമയം അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ, 7 മണി കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയൊരു തിരക്ക് ഈ ബൂത്തിന് മുന്നിൽ, കോട്ടിക്കളം UP സ്കൂളിലെ ബൂത്തിന് മുന്നിൽ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. എന്തായാലും വോട്ടർമാരുടെ നല്ലൊരു പ്രതികരണമാണ് തീരദേശ മേഖലയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ വോട്ടർമാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ 11,03,618 വോട്ടർമാരാണ് കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലായി ഉള്ളത്. 1146 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി കനത്ത പോരാട്ടം, ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന ഇടമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ആ മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലമാണ്. ഇടത് ചെങ്കോട്ടയെ അറിയപ്പെടുന്ന തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഡോക്ടർ VPP മുസ്തഫയ്ക്ക് എതിരാളിയായി കോൺഗ്രസിൽ സന്ദീപ് വാര്യർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് മത്സരചിത്രം മാറി മറിഞ്ഞത്. വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായി തൃക്കരിപ്പൂർ മാറി. സാധാരണ ഇടതുപക്ഷത്തിന് ഈസി വാക്ക് ഓവർ ആയിട്ടുള്ള തൃക്കരിപ്പൂർ ഇത്തവണ ടൈറ്റാണ്. അത് കഴിഞ്ഞാൽ കാസർഗോഡ് നിയോജക മണ്ഡലവും വലിയ രീതിയിലുള്ള മത്സരത്തിലേക്ക് കടന്നു. അതിന് കാരണം ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂർ അവിടെ എത്തി എന്നതാണ്. സാധാരണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി കാലങ്ങളായി ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വന്നതോടുകൂടി UDFന്റെ വോട്ടുകൾ അവിടെ നിന്നും UDF വോട്ടുകൾ അടർത്തിയെടുക്കാനുള്ള ശേഷിയുള്ളൊരു നേതാവ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ പോരാട്ടം മുറുകയാണ്. 2ാം സ്ഥാനത്ത് BJP നിൽക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഉദുമ നിയോജക മണ്ഡലം ഇവിടെ കാലങ്ങളായി LDFന് മേൽക്കൈയുള്ളതാണ്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മികച്ച ഒരു പോരാട്ടം നടക്കുന്ന ആ മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥിയായും അതുപോലെ തന്നെ ഷൈജി ഓട്ടപ്പള്ളി ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായും ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നല്ലൊരു പ്രതികരണമാണ് നമുക്കിപ്പോൾ
ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. മറ്റെടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പ്രധാന വോട്ടിംഗ് ചെയ്യുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP 9 മണിയോടുകൂടി പടന്നക്കാട് ശ്രീനാരായണ LP സ്കൂളിൽ വോട്ട് ചെയ്യും. കൂടാതെ അത് കഴിഞ്ഞാൽ സിനിമാ നടൻ താരം ഉണ്ണിരാജ് കോവൽ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും 10 മണിയോടുകൂടി. വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ആദ്യ സമയങ്ങൾ ഇവിടെ കാസർഗോട്ട് പിന്നിടുന്നത്. ശ്രീജ. ശരി അനൂപ്, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. ഇപ്പോൾ രമേശ് പിഷാരടി പാലക്കാട് UDF സ്ഥാനാർത്ഥിയാണ്. പല സ്ഥാനാർത്ഥികൾക്കും അവരവരുടെ മണ്ഡലങ്ങളിലല്ല വോട്ട് എന്നുള്ളത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം തന്നെ സാമുദായിക നേതാക്കൾ G. സുകുമാരൻ നായർ അടക്കമുള്ളവർ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. താരങ്ങൾ, മോഹൻലാലിനെ പോലെയുള്ള താരങ്ങൾ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്ന കാഴ്ച. കാരണം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാക്കി അവരവരുടെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ് അവർ.